ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഹൊയ്യാൻ ആൻഷ്യൻ ടൗണിലാണ്. ചൈനയിലെ വിവിധ പ്രൊവിൻസുകളുടെ അസംബ്ലി ഹാളിനും ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറിനും പേരുകേട്ട സ്ഥലമാണ് ഹൊയ്യാൻ. കൂടാതെ പല ട്രഡീഷണൽ ഹൗസുകളും ഇവിടെയുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ വളരെ സജീവമായി വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരുന്ന തുറമുഖ നഗരമായിരുന്ന ഹൊയ്യാൻ ആൻഷ്യൻ ടൗൺ ഇപ്പോൾ ഒരു സംരക്ഷിത യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇവിടെയുള്ള കെട്ടിടങ്ങളും തെരുവുകളും തദ്ദേശീയവും വിദേശീയവുമായ വാസ്തുവിദ്യാ സമന്വയത്തിന്റെ ഉത്തമോദാഹരണങ്ങളാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ലാൻഡേണുകൾ കൊണ്ട് അലങ്കരിച്ച തെരുവുകളാണ് ഹൊയ്യാൻ ആൻഷ്യൻ ടൗണിന്റെ മറ്റൊരു സവിശേഷത. 30 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ടൗണിൽ തടിയിൽ നിർമ്മിച്ച 1107 പുരാതന കെട്ടിടങ്ങൾ കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചു പോരുന്നു. അതിൽ ക്ഷേത്രങ്ങളും പഗോഡകളും കടകളും വീടുകളും എല്ലാം ഉൾപ്പെടുന്നു. ഇതിനകത്ത് മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. മിക്കയിടങ്ങളിലും സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. നടക്കാൻ മടിയുള്ളവർക്ക് സൈക്കിൾ റിക്ഷകളുമുണ്ട്. നമ്മൾ മലയാളികൾ പോകുന്ന രാജ്യങ്ങളിലെല്ലാം മലയാളി അസോസിയേഷൻ ഉണ്ടാക്കാറില്ലേ? അതുപോലെ ചൈനയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് ഹൊയ്യാനിലേക്ക് കുടിയേറി പാർത്തവർ അവർക്ക് ഒത്തുകൂടാനായി നിർമ്മിച്ച വിവിധ ചൈനീസ് അസംബ്ലി ഹാളുകൾ ഹൊയ്യാനിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹൊയ്യാൻ അസംബ്ലി ഹാളിലേക്കാണ് പോകുന്നത്. ഹൊയ്യാനിലെ മറ്റ് ചൈനീസ് അസംബ്ലി ഹാളുകളിൽ ഏറ്റവും അവസാനമായി പണിതതാണ് ഹൈനാൻ അസംബ്ലി ഹാൾ. സൗത്ത് ചൈന കടലിൽ സ്ഥിതി ചെയ്യുന്ന ചൈനയുടെ ഭാഗമായ ദ്വീപ് പ്രവിശ്യയാണ് ഹൈനാൻ. മറ്റ് അസംബ്ലി ഹാളുകൾ അതാത് പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവർ നിർമ്മിച്ചതാണെങ്കിൽ ഈ അസംബ്ലി ഹാൾ വിയറ്റ്നാമീസ് ചക്രവർത്തി നേരിട്ട് പണിയിപ്പിച്ചതാണ്. അതിനു പിന്നിൽ വലിയൊരു ക്രൂരതയുടെ ചരിത്രമുണ്ട്. 1851 അഴിമതിക്കാരനായ ഒരു നാവിക കമാൻഡറുടെ നേതൃത്വത്തിൽ ഹൈനാനിൽ നിന്നും വരികയായിരുന്ന 3 ചരക്ക് കപ്പലുകളെ കടൽക്കൊള്ളക്കാരെന്ന് ആരോപിച്ച് 108 ഹൈനാൻ വ്യാപാരികളെ കൊലപ്പെടുത്തുകയും കപ്പലിലെ ചരക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട പാചകക്കാരൻ അപ്പോഴത്തെ ചക്രവർത്തിയായ തൂതുക്കിനെ കണ്ട് സത്യാവസ്ഥ ബോധിപ്പിച്ചു. അങ്ങനെ ചക്രവർത്തി കൂട്ടക്കൊലക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഉത്തരവിടുകയും പിടിച്ചെടുത്ത ചരക്കുകൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പുനർവിതരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ ഹാൾ അവരുടെ ഓർമ്മയ്ക്കായി മറ്റ് അസംബ്ലി ഹാളുകൾക്ക് സമാനമായി നിർമ്മിച്ചു. 1883 തുടങ്ങിയ ഹൈനാൻ അസംബ്ലി ഹാളിന്റെ പണി 1891 പൂർത്തിയായത്. ഹാളിന്റെ നിർമ്മാണത്തിനുള്ള സാമഗ്രികളിൽ ഭൂരിഭാഗവും കൈകൊണ്ട് നിർമ്മിച്ചതും ഹൈനാനിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നതുമാണ്. പരമ്പരാഗത ചൈനീസ് 2-hall-2 വാസ്തുവിദ്യാ ശൈലി ഉപയോഗിച്ചാണ് ഹാളിന്റെ ലേഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു ഫ്രണ്ട് ഹാൾ, മെയിൻ ഹാൾ, ഒരു നടുമുറ്റം, കിഴക്കും പടിഞ്ഞാറും ഓരോ ഹാളുകൾ എന്നിങ്ങനെ ഒരു 4 കെട്ട് പോലെയാണിത്. മുൻപിലത്തെ ഹാൾ റോഡിലേക്ക് തുറക്കുന്ന ഒരു ഗേറ്റ് പോലെയാണ്. ആക്ച്വലി ഹൊയ്യാൻ ആൻഷ്യൻ ടൗൺ വെറുതെ പുറത്തുനിന്ന് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. പിന്നെ ഇവിടെയുള്ള 5 സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് ഒരുമിച്ച് 120,000 വിയറ്റ്നാം ദോങ്ങിന് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ടിക്കറ്റ് വാങ്ങുന്നില്ലെങ്കിൽ വെറുതെ ഈ സ്ട്രീറ്റിലൂടെ നടന്നാൽ തന്നെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. പക്ഷേ ഓൾഡ് ഹൗസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അസംബ്ലി ഹാളിലോ പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് വാങ്ങണം. അടുത്തതായി ഫൂജിയൻ അസംബ്ലി ഹാളിലേക്കാണ് പോകുന്നത്. ചൈനയിലെ ഒരു പ്രവിശ്യയാണ് ഫൂജിയൻ. തായ്വാനിലെ മിക്ക ആൾക്കാരും ഫൂജിയാനിൽ നിന്ന് തായ്വാനിലേക്ക് കുടിയേറിയവരാണ്. ചൈനയിലെ ഫൂജിയൻ പ്രവിശ്യയിൽ നിന്ന് ഹൊയ്യാനിൽ വ്യാപാരത്തിനും മറ്റുമായി വന്ന് താമസമാക്കിയവർ അവർക്ക് ഒത്തുകൂടാനായി നിർമ്മിച്ചതാണ് ഫൂജിയൻ അസംബ്ലി ഹാൾ. ഇതാണ് മെയിൻ ഗേറ്റ്. ഹൊയ്യാനിലെ മറ്റ് കെട്ടിടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ആർക്കിടെക്ചറാണ് ഫൂജിയൻ അസംബ്ലി ഹാളിൻ്റെത്. 3 ആർച്ചുകളുള്ള ഈ ഗേറ്റ് കടന്നെത്തുന്നത് മെയിൻ ഹാളിന് മുന്നിലാണ്. 1690കളിൽ ഹൊയ്യാൻ നിവാസികൾ പണികഴിപ്പിച്ച ബുദ്ധിസ്റ്റ് പഗോഡയായിരുന്ന ഈ കെട്ടിടം പിന്നീട് ഫൂജിയാനിൽ നിന്ന് വന്ന വ്യാപാരികൾ വാങ്ങി അതിനെ നവീകരിച്ച്
1759 ഫൂജിയൻ അസംബ്ലി ഹാളായി റീ ഓപ്പൺ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനകത്ത് സമുദ്രദേവതയായ തിയൻഹോ, അതായത് തായ്വാനിലെ മാച്ചു ദേവതയുടെ ക്ഷേത്രമാണ് പ്രധാനമായുള്ളത്. കൂടാതെ ഗ്വാനിൻ, താവോയിസ്റ്റ് ഗോഡ് ഓഫ് വെൽത്ത്, ഉർവരതയുടെ ദേവത എന്നിവരുടെ ആരാധനാലയങ്ങളും മെയിൻ ഹാളിലുണ്ട്. ഫൂജിയൻ അസംബ്ലി ഹാളിലും കടൽ കടന്നു വന്നതിന്റെ ഓർമ്മയ്ക്കായുള്ള പായ്ക്കപ്പൽ കാണാം. പിറകിലെ ഗാർഡൻ അടുത്തുള്ള ഈ ഹാൾ പൂർവികാരാധന നടത്തുന്ന സ്ഥലമാണ്. അസംബ്ലി ഹാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗാർഡിയൻ ഡ്രാഗണുകളാണിത്. മറ്റ് അസംബ്ലി ഹാളുകളിലേതുപോലെ ഫൂജിയൻ കുടിയേറ്റക്കാർ മീറ്റിങ്ങുകളോ പരിപാടികളോ വലിയ സമ്മേളനങ്ങളോ നടത്തുന്ന ഇടമാണ് കിഴക്കും പടിഞ്ഞാറുമുള്ള ഹാളുകൾ. ഹൊയാനിലെ എല്ലാ ഓവർസീസ് ചൈനീസ് അസംബ്ലി ഹാളുകളിലും വെച്ച് ഏറ്റവും വലുതും മനോഹരവുമാണ് ഫൂജിയൻ അസംബ്ലി ഹാൾ. ഫൂജിയൻ അസംബ്ലി ഹാളിൽ നിന്നിറങ്ങി കാൻഡനീസ് അസംബ്ലി ഹാളിലേക്ക്. എല്ലാ ചൈനീസ് അസംബ്ലി ഹാളുകളിലും വെച്ച് ഏറ്റവും പോപ്പുലർ ആയതും ഹൊയ്യാൻ ആൻഷ്യൻ ടൗണിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് കാൻഡനീസ് അസംബ്ലി ഹാൾ. കാൻഡനീസ് കുടിയേറ്റക്കാർ 1885 നിർമ്മിച്ച ഈ അസംബ്ലി ഹാൾ ഹൊയ്യാനിലെ ഏറ്റവും മനോഹരമായി അലങ്കരിച്ച അസംബ്ലി ഹാളുകളിലൊന്നാണ്. ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യ, ഹോങ്കോങ്, മക്കാവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കാൻഡനീസ് ഭാഷ സംസാരിക്കുന്ന ജനതയാണ് കാൻഡനീസ്. ഹൈനാൻ അസംബ്ലി ഹാളിലേതുപോലെ 4 കെട്ട് സ്റ്റൈലിലാണ് ഇത് പണിതിരിക്കുന്നത്. മുൻപിലത്തെ ഹാൾ കടന്നയുടനെ നടുമുറ്റത്തായി 2 ഗാർഡിയൻ ഡ്രാഗണുകളെ കാണാം. 1885 ഹാൾ നിർമ്മിച്ചപ്പോൾ ഇതിനകത്തെ പ്രധാന ദേവാലയം കടൽ ദേവതയായ തിയൻഹോയുടേതായിരുന്നു. നമ്മൾ നേരത്തെ പോയ ഫൂജിയൻ അസംബ്ലി ഹാളിലും ഓൾഡ് ചൈനീസ് അസംബ്ലി ഹാളിലുമെല്ലാം പ്രധാന പ്രതിഷ്ഠ തിയൻഹോ ആയതിനാൽ പിന്നീട് ആ പ്രതിഷ്ഠ മാറ്റി ഗ്വാൻഗോങ്ങിനെ സ്ഥാപിക്കുകയായിരുന്നു. ഒരു വശത്ത് ബ്രൗൺ കുതിരയും മറ്റേ വശത്ത് വെള്ളക്കുതിരയുമാണ്. നമ്മൾ നേരത്തെ പോയ അസംബ്ലി ഹാളുകളിൽ കണ്ടതുപോലെയുള്ള വേറൊരു പായ്ക്കപ്പൽ. പ്രധാന പ്രതിഷ്ഠയായി ഗ്വാൻഗോങ്ങിനെ സ്ഥാപിച്ചെങ്കിലും തിയൻഹോ ദേവിയെ പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് തിയൻഹോ ദേവിയും വലതുവശത്ത് സമ്പത്തിന്റെ ദൈവത്തെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മെയിൻ ഹാളിന്റെ ഇരുവശത്തുമായി ഹൊയ്യാനിലേക്ക് കുടിയേറിയ കാൻഡനീസ് ജനതയുടെ തലമുറകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന പൂർവിക ആരാധനാലയങ്ങൾ കാണാം. ഏറ്റവും പിറകിൽ മനോഹരമായൊരു ഉദ്യാനമാണ്. ഇവിടെയും ഡ്രാഗണുകളുണ്ട്. ഡ്രാഗണുകൾ മാത്രമല്ല, പാലങ്ങളും ആടുകളുടെ പ്രതിമയുമെല്ലാം ഈ ഗാർഡനിലുണ്ട്. ഇതാണ് വലതുവശത്തുള്ള പൂർവികാരാധനാലയം.
മുൻവശത്തെ വാതിലിലെ ടെമ്പിൾ ഗാർഡ്സിന്റെ മനോഹരമായ ചുവർ ചിത്രങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടിരുന്നില്ല. ഇവിടെ നിന്നിറങ്ങി വീണ്ടും ഹൊയ്യാനിലെ ലാൻഡനുകൾ തൂക്കിയിട്ട തെരുവുകളിലേക്ക്. ഹൊയ്യാൻ ആൻഷ്യൻ ടൗണിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഡിൻകംഫോ കമ്മ്യൂണൽ ഹൗസ്, മിങ്ഹോങ് കമ്മ്യൂണൽ ഹൗസ്, ടാൻകി ഓൾഡ് ഹൗസ്, ജാപ്പനീസ് കവേർഡ് ബ്രിഡ്ജ് എന്നിവയെല്ലാം കാണാം.